നമ്മുടെ വീടുകളിലെ അടുക്കളയിലെ കലഹം, ഈഗോ ഒന്ന് നോക്കാം. സാധാരണ നമ്മൾ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേനും, ഇപ്പോൾ സപ്പോസ് മീൻ വാങ്ങിയെന്ന് വിചാരിക്കുക. മീൻ വാങ്ങി കൊണ്ടുവരുന്നു, അമ്മ കഴുകുന്നു, ഭാര്യ കറി വെക്കുന്നു, ഭാര്യ കഴുകുന്നു, അമ്മ കറി വെക്കുന്നു, എങ്ങനെയും ആവാം. ഇതിൽ കുറ്റവും കുറവും കണ്ടുപിടിക്കലാണ് രണ്ട് പേരുടെയും പണി. രണ്ട് സംസ്കാരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. രണ്ട് പേരുടെയും പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റങ്ങൾ കാണുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ഒരു കലഹം ഉണ്ടാകുക. മനഃപൂർവ്വമല്ല, അത് ഈഗോയാണ്. രണ്ടുപേരും അറിയുന്നില്ല ഇവിടെ ഇതിന് അനുഭവിക്കുന്ന മകനും മകൻ്റെ മക്കളുമാണെന്ന് രണ്ടുപേരും തിരിച്ചറിയുന്നില്ല. പക്ഷേ അവിടെ വലിയൊരു കലഹം ഉണ്ടാകുന്നു. ചിലപ്പം മീൻകറി പറമ്പിലോട്ട് എറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴിക്കാതിരുന്നിട്ടുണ്ടാവും. ആരെങ്കിലും ഒരാൾ കിടപ്പിലാകും, പ്രശ്നത്തിലാകും, ദുഃഖത്തിലാകും ഒരാൾ, അത് ഉറപ്പാണ്. അപ്പം ഇങ്ങനെയൊന്ന് നോക്കുക. ഈ ഒരു കുടുംബം നേരെ പുറത്തേക്ക് പോകുന്നു, ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, മീൻകറി ഓർഡർ ചെയ്യുന്നു, ചിക്കൻ ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു, ഒരു പ്രശ്നവുമില്ല, നന്നായിട്ട് കഴിച്ച് വയറ് നിറഞ്ഞ് പുറത്തേക്ക് വരും, മക്കളും എല്ലാവരും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇതൊന്നുമല്ല പ്രശ്നം. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സില്ലായ്ക. ക്ഷമയൊക്കെ ഉണ്ടാകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ക്ഷമിക്കാൻ കഴിയില്ല നമുക്ക്. നമ്മളൊക്കെ ക്രൂരത നിറഞ്ഞവരാണ്, ഒരു അഹങ്കാരികളാണ്, അറിയോ? അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരാൾ, ആളുടെ വൃത്തി നമുക്കറിയാം. കയ്യിലെ നഖം കണ്ട ടോയ്ലറ്റിൽ പോയാൽ വാഷ് ചെയ്യത്തില്ല. അങ്ങനെ കാലുകളൊക്കെ കാണണം. റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് നിങ്ങൾ വെയിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ സപ്ലയേഴ്സിൻ്റെ കാലുകളും കൈകളും, അവരെ കുറ്റം പറയാനില്ല, അവരുടെ സംസ്കാരം അതാണ്. അവരുടെ കൈ കാലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു വെള്ളം വാങ്ങി കുടിക്കില്ല. പിന്നെ എവിടുന്ന് വരുന്ന ആഹാര സാധനങ്ങൾ ഏത് രീതിയിൽ ഉണ്ടാക്കുന്നു, നമ്മളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വെക്കുന്നത്. അവരുടെ കീശ വീർപ്പിക്കാനാണ് ഇതൊക്കെ അവിടെ അവരെ എങ്ങനെ വൃത്തിയിലുണ്ടാക്കിയെന്നോ ഏത് സംസ്കാരത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്നൊന്നും നമുക്ക് വിഷയമല്ല. അത് നമ്മൾ കഴിക്കും, ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു പ്രശ്നമല്ല. നേരെ മറിച്ച് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു, ഒരു അടുക്കളയ്ക്കകത്ത്, ഒരു വീടിനുള്ളിൽ അടുക്കളയ്ക്കകത്ത് നിൽക്കുന്ന രണ്ട് പേര്, ക്രൂരത, ഇതിനപ്പുറത്തേക്ക് എന്താ പറയുക? ഏറെ സങ്കടകരമായ ഒരു വസ്തുതയാണിത്. ഒരു വീട്ടിൽ രണ്ട് പേര് അടുക്കളയിൽ മക്കളുടെ ആരോഗ്യം, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, അല്ലേ, ഇതെല്ലാം നമ്മുടെ അടുപ്പത്ത് വെച്ചുണ്ടാക്കണം. അത് വൃത്തിയായിട്ട് ഉണ്ടാക്കി കഴിച്ച് സമാധാനത്തോടെ ജീവിക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ചീത്ത പറച്ചിലും. എന്ത് സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ക്ഷമിക്കാനുള്ള മനസ്സില്ലായ്ക, സ്നേഹിക്കാനുള്ള മനസ്സില്ലായ്ക. എങ്ങോട്ടാണ്?